ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ അവിടെ കൊണ്ടുവന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് വിശപ്പിനും ദാഹത്തിനൊക്കെ പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുണ്ടായ കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അപ്പാര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയും കഴിയും കേട്ടോ. അപ്പം നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ വയറ് നിറയും. അതുപോലെ തന്നെ മനസ്സ് നിറയുന്ന ഒരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ 2 ക്യാരറ്റാണ് ഇവിടെ എടുത്തത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ചെറിയ മിക്സിയുടെ ജാർ എടുത്താൽ മതി. കുറച്ചൊക്കെ ആകുമ്പോൾ ചെറിയ ജാർ എടുത്തിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഏകദേശം അറിയാമല്ലോ ആ കഷ്ണത്തിനനുസരിച്ച് പാല്. ഞാനൊരു 1/2 ഗ്ലാസ് പാലേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു. നല്ല പേസ്റ്റ് പോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പാലൊഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് പാലിൽ തന്നെ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറാനാണ് ഈ പാലിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ക്യാരറ്റിന് ഉണ്ടാവുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് പാൽ അതിലേക്ക് ഒഴിക്കണം. അതിനായിട്ട് ഞാൻ കുറച്ചുകൂടി പാൽ ഇതിലേക്ക് ഒഴിക്കണം. നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ അത് നല്ല കുറച്ച് കട്ടിയിലാണ് വന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് തിളയ്ക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ബബിൾസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്നതായി കാണാം. അപ്പോൾ ഒന്ന് ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇടുക കേട്ടോ. എന്നിട്ട് നന്നായി തിളയ്ക്കുമ്പം ഈ പാലും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നല്ല ആ ഒരു ക്യാരറ്റിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നന്നായി തള വരുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരും. ഇനി അതിന് ആവശ്യത്തിന് നമുക്ക് മധുരം വേണം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഉണ്ടെങ്കിൽ പഞ്ചസാര ഇടുക. ഇല്ല എങ്കിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാനിവിടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പഞ്ചസാരേൻ്റെ അളവ് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം ഞാൻ മധുരം ഇടുന്നില്ല. ഇപ്പം മിൽക്ക് മെയ്ഡ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇനി മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്ന നിങ്ങളില്ലെങ്കിൽ ഈ സമയത്ത് തന്നെ നിങ്ങൾ മധുരം ഇടണം കേട്ടോ. അപ്പോൾ ആ ക്യാരറ്റിൽ ആ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 3/4 കപ്പ് ഓട്സാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓട്സാണ് ഇതിലേക്ക് ഇടുന്നത്. ഒരു 3/4 കപ്പ് ഓട്സ് ഇടുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് കുറുകി വരുന്നതായി കാണാം. നമ്മൾ കുറച്ച് പാലിലല്ലേ ആ ക്യാരറ്റ് വേവിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് കുറച്ചും കൂടി അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ഓട്സ് ഇടുന്നുണ്ട്. ഒരു 1/4 കപ്പും കൂടുതൽ ഇടുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഓട്സ് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ഓട്സ് നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് നമുക്കൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. അതിനാണ് ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് ഒന്ന് ലൂസ് പോലെ വെച്ചത്. അപ്പോൾ നന്നായിട്ട് വെന്തിങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് കുറുകി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മധുരം അതിലേക്ക് ഇടാം. നിങ്ങൾക്ക് മധുരം ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇതിൽ ആ മധുരം ആഡ് ചെയ്യണമെന്നില്ല. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ മധുരം ഇടുന്നത്. മധുരം ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ അത്. അതുകൊണ്ട് മധുരം തീരെ വേണമെന്നില്ല. മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം മധുരം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് മധുരം ഇടാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഗ്യാസ് കത്തുന്നതിനനുസരിച്ച് നമുക്ക് വേവുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കുറുകി വരും. ഇത്ര ആ ഒരു നമ്മൾ പാലൊഴിച്ചാലും നമ്മളിങ്ങനെ കുറുകി വരും. അത് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തത്. ഒരു മീഡിയം സൈസിൽ 2 റോബസ്റ്റ പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ലാസ്റ്റ് ഇടാനാണ് കട്ട് ചെയ്ത് വെക്കുക. ഈ റോബസ്റ്റ പഴത്തിന് പകരം നിങ്ങൾക്ക് ആപ്പിൾ വേണമെങ്കിൽ അതും കട്ട് ചെയ്തിടുക കേട്ടോ. നേന്ത്രപ്പഴം ഇടണ്ട, റോബസ്റ്റോ അല്ലെങ്കിൽ ആപ്പിൾ ഇട്ടാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇത് കുറുകി വരട്ടെ. കുറേശ്ശെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഞാൻ വാനിലേൻ്റെ എസൻസാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഈ സമയത്ത് വാനില എസൻസ് ഇഷ്ടമല്ലാത്തവർ ഏലക്കേൻ്റെ പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ എസൻസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പോളം
നിലക്കടലയാണ് കേട്ടോ. നിലക്കടലേൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പിനേക്കാളും കൂടുതൽ ഞാൻ നിലക്കടലയാണ് ഇട്ട് കൊടുത്തത്. ഇനി അണ്ടിപ്പരിപ്പ് ഇല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം, നിലക്കടല ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ആ നിലക്കടലൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഇട്ട് കൊടുക്കണം. ഏകദേശം കുറുകി വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്തിട്ട്, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഈ ഓട്സൊക്കെ നന്നായി കുറുകിയിട്ട് ഇതുപോലെ കട്ടിയിലാവണം. നന്നായി കട്ടി കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് പാലാണ് കേട്ടോ. പാല് നല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി കട്ടിയാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ട് നല്ല കട്ടിയാക്കിയിട്ട് പാലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇത് നല്ല തണുത്തിട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളത്തേക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തായാലും 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പാല് നന്നായിട്ട് കട്ടിയാക്കിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചൂടോട് കൂടിയിട്ട് ഈ തണുത്ത കട്ടപ്പാലൊക്കെ അലിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ആ പാലിൻ്റെ ആ ചൂടും കൂടി പോവും. അപ്പോൾ നല്ലൊരു തണുപ്പും കൂടി ഉണ്ടാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആ അരിഞ്ഞു വെച്ച റോബസ്റ്റ പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ റോബസ്റ്റ പഴം തന്നെ വേണമെന്നൊന്നുമില്ല, ആപ്പിളായാലും പിന്നെ ആപ്പിളോ അല്ലെങ്കിൽ നമുക്ക് മാങ്ങയായാലും മതി കേട്ടോ. മാംഗോ ഇപ്പം കിട്ടുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അത് ഓരോരുത്തരെ ആ ഒരു ഇഷ്ടത്തിന്. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇടണ്ട, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇട്ടാൽ മതി കേട്ടോ. ഏതെങ്കിലും ഒന്നെങ്കിൽ റോബസ്റ്റ അല്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ ആപ്പിൾ, ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മതി. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളകി ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വാനിലേൻ്റെ ആ ഫ്ലേവറും പാലും ഒക്കെ. അപ്പോൾ വാനിലേൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കയാണെങ്കിൽ ഏലക്കപ്പൊടി ഇട്ടാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ നല്ല തിക്ക് ആയിട്ട് ഒരു ജ്യൂസ് രൂപത്തിലാണ് നമുക്കിത് കിട്ടുക. ഇത് പാലിട്ട് ആ കട്ടിട്ടാലും ഒന്ന് തണുക്കും. ഇനിയും കുറച്ചും കൂടി തണുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലല്ല താഴെ ഭാഗത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വേഗം ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ ഇതുപോലെ സെർവ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഐറ്റമാണ്. ഇത് ഓട്സ് ആണെന്നൊന്നും മനസ്സിലാവില്ല, കാരണം അത്രയ്ക്കൊരു ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കാണ്. കാരണം നമ്മൾ പഞ്ചസാര ഇതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം നമുക്ക് കുട്ടികൾക്ക് മാത്രമാണെങ്കിൽ നമുക്ക് മധുരം ഇട്ട് കൊടുത്താൽ മതി, വലിയവർക്കൊന്നാണെങ്കിൽ മധുരം ഇടണ്ട. അപ്പോൾ അടിപൊളി ഡ്രിങ്കാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഒരു അപ്പാര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയും കഴിയും. കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെ കഴിച്ചോളും. ഇപ്പോൾ ഓട്സൊക്കെ ആണല്ലോ ഇത്. പിന്നെ ഓട്സ്, പിന്നെ കുറച്ച് നട്ട്സ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം അടിപൊളിയാണ്. ഇനി നമ്മൾ രാത്രിയൊക്കെ നമുക്ക് ഭക്ഷണം ചോറൊക്കെ കൊണ്ടുവന്നതിന് പകരം ഇത് ഒരു ഗ്ലാസ് കഴിച്ചാൽ, ഇനി രാവിലെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതൊരു ഗ്ലാസ് കഴിച്ചാലും മതി കേട്ടോ. വയറ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്, വയറ് ഫുള്ളായി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അടുത്തുള്ള ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.